ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നതിന് ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. MnO4 നെഗറ്റീവ് പ്ലസ് SO2 ഗീവ്സ് Mn2 പോസിറ്റീവ് പ്ലസ് HSO4 നെഗറ്റീവ്. റിയാക്ഷൻ നടക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പായി സ്കെലിറ്റൽ ഇക്വേഷൻ എഴുതുന്നു. ഇവിടെ മാംഗനീസ് ലെഫ്റ്റിൽ ഒന്നാണ്, റൈറ്റ് സൈഡിലും ഒന്ന് തന്നെ. സൾഫർ രണ്ട് വശത്തും ഒരേപോലാണ്. ഓക്സിഡേഷൻ നമ്പർ കറക്റ്റായി അസൈൻ ചെയ്യുക. പെർമാംഗനേറ്റിൽ മാംഗനീസ് പോസിറ്റീവ് 7 ആണ്. സൾഫർ ഡയോക്സൈഡിൽ ഓക്സിജൻ നെഗറ്റീവ് 2, സൾഫർ പോസിറ്റീവ് 4. മാംഗനീസ് ഇവിടെ പോസിറ്റീവ് 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. H പോസിറ്റീവ് 1, O നെഗറ്റീവ് 2, therefore സൾഫർ പോസിറ്റീവ് 6. ഓക്സിഡേഷനും റിഡക്ഷനും കൃത്യമായി മാർക്ക് ചെയ്യുക. മാംഗനീസ് പോസിറ്റീവ് 7 ആയിരുന്നു, അത് പോസിറ്റീവ് 2 ആയി കുറഞ്ഞു. ആ പ്രോസസ്സ് റിഡക്ഷനാണ്. സൾഫർ ഡയോക്സൈഡിലെ സൾഫർ പോസിറ്റീവ് 4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരുന്നു, അത് പോസിറ്റീവ് 6 ആയി ഇൻക്രീസ് ചെയ്തു. അത് ഓക്സിഡേഷനാണ്. റിയാക്ഷനെ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് എന്ന് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്സിഡേഷൻ ഹാഫ് നമുക്ക് എടുത്തെഴുതാം. ഓക്സിഡേഷൻ ഹാഫ് SO2 ഗീവ്സ് HSO4 നെഗറ്റീവ്. ദെൻ റിഡക്ഷൻ ഹാഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് MnO4 നെഗറ്റീവ് ഗീവ്സ് Mn2 പോസിറ്റീവ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇവിടെ ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാക്കണം. അതിനുവേണ്ടി ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവുള്ളിടത്ത് H2O മോളിക്യൂളും അസിഡിക് മീഡിയം ആയതിനാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാക്കാൻ H പോസിറ്റീവും ആഡ് ചെയ്യണം. സോ ഓക്സിഡേഷൻ ഹാഫിൽ SO2 ഗീവ്സ് HSO4 നെഗറ്റീവ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ഓക്സിജനും റൈറ്റിൽ 4 ഓക്സിജനുമാണ് ഉള്ളത്. സോ ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് 2 H2O മോളിക്യൂൾ ആഡ് ചെയ്യണം. SO2 പ്ലസ് 2 H2O ഗീവ്സ് HSO4 നെഗറ്റീവ്. ഒപ്പം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാക്കണം. ലെഫ്റ്റിൽ 2 × 2 4, റൈറ്റിൽ ഒരെണ്ണമാണ് ഉള്ളത്. സോ ഇവിടെ 3 എണ്ണം അധികമുണ്ട്, അതിനാൽ 3 H പോസിറ്റീവ് ആഡ് ചെയ്തു. ദെൻ റിഡക്ഷൻ ഹാഫ് MnO4 നെഗറ്റീവ്. ലെഫ്റ്റിൽ 4 ഓക്സിജൻ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഓക്സിജൻ ഇല്ല. സോ റൈറ്റ് സൈഡിൽ 4 H2O മോളിക്യൂൾ ആഡ് ചെയ്യുന്നു. Mn2 പോസിറ്റീവ് പ്ലസ് 4 H2O. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം തുല്യമാക്കണം. റൈറ്റ് സൈഡിൽ 4 × 2 8 H ഉണ്ട്. സോ ലെഫ്റ്റിൽ പ്ലസ് 8 H പോസിറ്റീവ്. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ഇവിടെ നമ്മൾ അയോണിക് ചാർജ് എഴുതിയതിന് ശേഷം ആ അയോണിക് ചാർജ് ബാലൻസ് ചെയ്യാനായി ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്സിഡേഷൻ ഹാഫിൽ ലെഫ്റ്റിൽ ചാർജ് 0, റൈറ്റിൽ 3 പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ് 1. ഇവിടെ പോസിറ്റീവ് 2 ആണ് നെറ്റ് ചാർജ്. അതിനാൽ നമുക്കിവിടെ 2 ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യേണ്ടി വരും. സോ ഓക്സിഡേഷൻ ഹാഫ് SO2 പ്ലസ് 2 H2O ഗീവ്സ് HSO4 നെഗറ്റീവ് പ്ലസ് 3 H പോസിറ്റീവ് പ്ലസ് 2 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫിൽ ലെഫ്റ്റിലെ ചാർജ് 8 പോസിറ്റീവ് പ്ലസ് നെഗറ്റീവ്, സോ പോസിറ്റീവ് 7. റൈറ്റിലെ ചാർജ് പോസിറ്റീവ് 2. ബാലൻസ് ചെയ്താൽ ഇവിടെ പോസിറ്റീവ് 5 ആണ് ചാർജ്. അതിനാൽ ലെഫ്റ്റ് സൈഡിൽ 5 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. സോ റിഡക്ഷൻ ഹാഫ് MnO4 നെഗറ്റീവ് പ്ലസ് 8 H പോസിറ്റീവ് പ്ലസ് 5 ഇലക്ട്രോൺ ഗീവ്സ് Mn2 പോസിറ്റീവ്
പ്ലസ് 4H2O. ഓക്സിഡേഷൻ ഹാഫിലെയും റിഡക്ഷൻ ഹാഫിലെയും ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാക്കണം. അതിനാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാകും. ഓക്സിഡേഷൻ ഹാഫിനെ 5 കൊണ്ടും റിഡക്ഷൻ ഹാഫിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് 5th സ്റ്റെപ്പ്. സോ ഓക്സിഡേഷൻ ഹാഫിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5SO2 പ്ലസ് 10H2O gives 5HSO4 നെഗറ്റീവ് പ്ലസ് 15H പോസിറ്റീവ് പ്ലസ് 10 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫിനെ 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 2MnO4 നെഗറ്റീവ് പ്ലസ് 16H പോസിറ്റീവ് പ്ലസ് 10 ഇലക്ട്രോൺ ഗീവ്സ് 2Mn2 പോസിറ്റീവ് പ്ലസ് 8H2O. ഇത് ആഡ് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടും. ഇലക്ട്രോൺസ് വെട്ടിപ്പോകും. 10 ഇലക്ട്രോണും വെട്ടിപ്പോകും. ഇവിടെ 16H പോസിറ്റീവ് ഉണ്ട്, ഇവിടെ 15 ആണ്. അത് വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 1H പോസിറ്റീവ് എന്ന് വരും. ലെഫ്റ്റിൽ 10H2O, റൈറ്റിൽ 8H2O. വെട്ടിക്കളഞ്ഞാൽ ഇവിടെ 2H2O എന്ന് വരും. സോ ആഡ് ചെയ്താൽ 5SO2 പ്ലസ് 2H2O പ്ലസ് 2MnO4 നെഗറ്റീവ് പ്ലസ് H പോസിറ്റീവ് ഗീവ്സ് 5HSO4 നെഗറ്റീവ് പ്ലസ് 2Mn2 പോസിറ്റീവ്. നൗ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത് ബേസിക് മീഡിയത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. MnO4 നെഗറ്റീവ് പ്ലസ് I നെഗറ്റീവ് ഗീവ്സ് MnO2 പ്ലസ് I2. ഒന്നാമത്തെ സ്റ്റെപ്പായി സ്കെലിറ്റൽ ഇക്വേഷൻ എടുത്തെഴുതുക. ഒരു മാംഗനീസ്, റൈറ്റിൽ ഒരു മാംഗനീസ് തന്നെയാണ്, ലെഫ്റ്റിൽ ഒരു I നെഗറ്റീവ്, റൈറ്റിൽ 2 അയഡിൻ ഉണ്ട്. സോ 2I നെഗറ്റീവ്. ഓക്സിഡേഷൻ നമ്പർ കറക്റ്റായി എഴുതുക. മാംഗനീസ് പോസിറ്റീവ് 7 ആണ്, I നെഗറ്റീവ് -1, ഇവിടെ ഓക്സിജൻ -2, therefore മാംഗനീസ് പോസിറ്റീവ് 4, I2ൽ അയഡിൻ 0. ഇവിടെ അയഡിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1ൽ നിന്ന് 0 ആയി ഇൻക്രീസ് ചെയ്യുന്നു. ആ പ്രോസസ്സ് ഓക്സിഡേഷനാണ്. മാംഗനീസ് പോസിറ്റീവ് 7ൽ നിന്നും പോസിറ്റീവ് 4 ആയി കുറയുന്നു. ആ പ്രോസസ്സ് റിഡക്ഷനാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ ഹാഫ്, റിഡക്ഷൻ ഹാഫ് എന്നിങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് വേണ്ടത്. ഓക്സിഡേഷൻ ഹാഫ് 2I നെഗറ്റീവ് ഗീവ്സ് I2. റിഡക്ഷൻ ഹാഫ് MnO4 നെഗറ്റീവ് ഗീവ്സ് MnO2. തേർഡ് സ്റ്റെപ്പ്, റിയാക്ഷൻ നടക്കുന്നത് ബേസിക് മീഡിയത്തിലാണ്. അതിനാൽ ഓക്സിജൻ ആറ്റത്തിൻ്റെ എണ്ണം ഇക്വേറ്റ് ചെയ്യാനായി വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്യണം. ദെൻ ഹൈഡ്രജൻ്റെ എണ്ണം തുല്യമാക്കാനായി H പോസിറ്റീവ് ഓപ്പോസിറ്റ് സൈഡിലും. ദെൻ എത്ര H പോസിറ്റീവാണോ ആഡ് ചെയ്തത് തുല്യ എണ്ണം OH നെഗറ്റീവ് 2 സൈഡിലും ആഡ് ചെയ്യുക. ദെൻ H പോസിറ്റീവിനെയും OH നെഗറ്റീവിനെയും വാട്ടർ മോളിക്യൂളായി എലിമിനേറ്റ് ചെയ്യുകയും വേണം. സോ ഓക്സിഡേഷൻ ഹാഫ് നമ്മൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഓക്സിഡേഷൻ ഹാഫ് 2I നെഗറ്റീവ് ഗീവ്സ് I2. ഇവിടെ ഓക്സിജൻ ആറ്റം വരുന്നില്ല. ദെൻ റിഡക്ഷൻ ഹാഫ് MnO4 നെഗറ്റീവ് ഗീവ്സ് MnO2 ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 4 ഓക്സിജനാണുള്ളത്, റൈറ്റ് സൈഡിൽ 2 ഓക്സിജൻ. ഓക്സിജൻ ആറ്റത്തിന് എണ്ണം കുറവുള്ളിടത്ത് നമ്മൾ 2 H2O മോളിക്യൂൾ ആഡ് ചെയ്തു. ദെൻ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം ബാലൻസ് ചെയ്യണം. 2 × 2 4. സോ ഇവിടെ നമ്മൾ 4 H പോസിറ്റീവ്
ആഡ് ചെയ്തു. ഇനി ബേസിക് മീഡിയം ആയതിനാൽ എച്ച് പോസിറ്റീവിൻ്റെ തുല്യ എണ്ണം OH നെഗറ്റീവ് രണ്ട് സൈഡിലും ആഡ് ചെയ്യുന്നു. 4 OH നെഗറ്റീവ്, ഇവിടെയും 4 OH നെഗറ്റീവ്. ദെൻ എച്ച് പോസിറ്റീവിനെയും OH നെഗറ്റീവിനെയും വാട്ടർ മോളിക്കുളെ എലിമിനേറ്റ് ചെയ്യുക. നമുക്കറിയാം MnO4 നെഗറ്റീവ് പ്ലസ് 4H2O ഗീവ്സ് MnO2 പ്ലസ് 2H2O പ്ലസ് 4OH നെഗറ്റീവ്. ഇവിടെ 4H2O, ഇവിടെ 2H2O, അത് ബാലൻസ് ചെയ്താൽ ലെഫ്റ്റിൽ 2H2O വരും. റിഡക്ഷൻ ഹാഫ് ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. സോ MnO4 നെഗറ്റീവ് പ്ലസ് 2H2O ഗീവ്സ് MnO2 പ്ലസ് 4OH നെഗറ്റീവ്. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് പതിവ് പോലെ അയോണിക് ചാർജ് നോക്കുക. ലെഫ്റ്റിൽ 2 നെഗറ്റീവ് ഓക്സിഡേഷൻ ഹാഫിൽ. ദെൻ റിഡക്ഷൻ ഹാഫിൽ ലെഫ്റ്റ് സൈഡിൽ -1, റൈറ്റ് സൈഡിൽ -3, -4 ബാലൻസ് ചെയ്താൽ നമുക്ക് -3 കിട്ടും. സോ ഇവിടെ ഓക്സിഡേഷൻ ഹാഫിൽ 2 ഇലക്ട്രോൺ ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഓക്സിഡേഷൻ ഹാഫ് എടുത്തെഴുതുകയാണ് എങ്കിൽ 2I നെഗറ്റീവ് ഗീവ്സ് I2 പ്ലസ് 2 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫ് MnO4 നെഗറ്റീവ് പ്ലസ് 2H2O പ്ലസ് 3 ഇലക്ട്രോൺ ഗീവ്സ് MnO2 പ്ലസ് 4OH നെഗറ്റീവ്. ഇലക്ട്രോണിൻ്റെ എണ്ണം തുല്യമാക്കണം. അതിനാൽ ഓക്സിഡേഷൻ ഹാഫിനെ 3 കൊണ്ടും റിഡക്ഷൻ ഹാഫിനെ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഫിഫ്ത്ത് സ്റ്റെപ്പ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6I നെഗറ്റീവ് ഗീവ്സ് 3I2 പ്ലസ് 6 ഇലക്ട്രോൺ. റിഡക്ഷൻ ഹാഫിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ MnO4 നെഗറ്റീവ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 4H2O പ്ലസ് 6 ഇലക്ട്രോൺ ഗീവ്സ് 2 MnO2 പ്ലസ് 8 OH നെഗറ്റീവ്. ആഡ് ചെയ്താൽ അവിടെ ഇലക്ട്രോൺസ് ക്യാൻസൽഡായി പോയിക്കൊള്ളും. സോ 6I നെഗറ്റീവ് പ്ലസ് 2 MnO4 നെഗറ്റീവ് പ്ലസ് 4H2O ഗീവ്സ് 3I2 പ്ലസ് 2 MnO2 പ്ലസ് 8 OH നെഗറ്റീവ്. റിഡോക്സ് റിയാക്ഷൻസും ഇലക്ട്രോ കെമിക്കൽ സെല്ലും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. ഇവിടെ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിരിക്കുന്നു. ഒരു മെറ്റൽ അല്ലെങ്കിൽ നോൺ മെറ്റൽ അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷനുമായി കോണ്ടാക്റ്റിൽ ഇരിക്കുകയാണ് എങ്കിൽ നമുക്കതിനെ ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. ഇവിടെ ലെഫ്റ്റിൽ വരച്ചിരിക്കുന്നത് സിങ്ക് ഇലക്ട്രോഡാണ്, റൈറ്റിൽ വരച്ചിരിക്കുന്നത് കോപ്പർ ഇലക്ട്രോഡാണ്. ഇവിടെ സിങ്ക് 2 പോസിറ്റീവ് അയോണുമായി കോണ്ടാക്റ്റിൽ ഇരിക്കുന്നു. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമും ഒരുമിച്ച് ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരേ എലമെൻറ്റിൻ്റെ ഓക്സിഡൈസ്ഡ് ഫോമും റെഡ്യൂസ്ഡ് ഫോമും ഉണ്ടെങ്കിൽ അതിനെ ഒരുമിച്ച് ഒരു റിഡോക്സ് കപ്പിൾ എന്നാണ് വിളിക്കുന്നത്. റിഡോക്സ് കപ്പിൾ. ലെഫ്റ്റിലുള്ളത് സിങ്ക് ഇലക്ട്രോഡ് അഥവാ സിങ്ക് റിഡോക്സ് കപ്പിളാണ്. റൈറ്റ് സൈഡിലുള്ളത് കോപ്പർ ഇലക്ട്രോഡ് അഥവാ കോപ്പർ റിഡോക്സ് കപ്പിളാണ്. ഒരു റിഡോക്സ് കപ്പിൾ നമ്മൾ ജനറലായി റെപ്രസെൻ്റ് ചെയ്യുന്നത് ആദ്യം ഓക്സിഡൈസ്ഡ് ഫോമിൻ്റെ ഫോമുല, ഒരു ബാർ ഇട്ടതിന് ശേഷം റെഡ്യൂസ്ഡ് ഫോമിൻ്റെ ഫോമുല. സിങ്ക് 2 പോസിറ്റീവ് അയോണിലാണ് അല്ലെങ്കിൽ സൊല്യൂഷനിലാണ് ഇരിക്കുന്നത്. സോ ഓക്സിഡൈസ്ഡ് ഫോം സിങ്ക് 2 പോസിറ്റീവ് ആണ്. സോ ലെഫ്റ്റിലെ റിഡോക്സ് കപ്പിൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. സിങ്ക് 2 പോസിറ്റീവ്
സ്ലാഷ് സിങ്ക്. റൈറ്റിലെ റിഡോക്സ് കപ്പിൾ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം Cu2 പോസിറ്റീവ് സ്ലാഷ് Cu. ഇങ്ങനെ ഒരു ഓക്സിഡൈസ്ഡ് ഫോമും അതിൻ്റെ തന്നെ റെഡ്യൂസ്ഡ് ഫോമും ഒരുമിച്ചുണ്ടെങ്കിൽ അതിനെയാണ് റിഡോക്സ് കപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കിയിരിക്കുന്നു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ മുക്കിയിരിക്കുന്നു. ഇവ രണ്ടും ഒരു ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു എന്ന് കരുതുക. നമ്മളൊരു വോൾട്ട് മീറ്ററും ഒരു സ്വിച്ചും കൂടി ആ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുന്നു എന്ന് കരുതുക. വോൾട്ട് മീറ്ററിന് പകരം അമ്മീറ്റർ യൂസ് ചെയ്താലും മതിയാകും. സർക്യൂട്ടിൽ സ്വിച്ചും കൂടി ഉൾപ്പെടുത്താം. ഞാൻ സ്വിച്ച് കാണിച്ചില്ല. ഇവിടെ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡും കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിന് കോപ്പറിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അല്ലെങ്കിൽ സിങ്ക് കോപ്പറിനെ അപേക്ഷിച്ച് മോർ റിയാക്റ്റീവാണ്. ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോലൈറ്റുകളെയും, അതായത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെയും പരസ്പരം കണക്ട് ചെയ്യുന്നതിനായി ഒരു സോൾട്ട് ബ്രിഡ്ജും കൂടി യൂസ് ചെയ്യുന്നു. സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പ്ഡ് ഗ്ലാസ് ട്യൂബാണ്. ഇതിൽ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് എടുക്കുന്നു. ഇത് അഗറുമായി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിലാണ് എടുക്കുന്നത്. സോ എ യു ഷേപ്പ്ഡ് ട്യൂബ്. ഈ യു ഷേപ്പ്ഡ് ട്യൂബിൽ പൊട്ടാസ്യം ക്ലോറൈഡോ അതല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റോ അഗറുമായി ചേർത്ത് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ സാൾട്ട് ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെയുള്ള രണ്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി, മിക്സ് ചെയ്യാതെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കുന്നത്. നമ്മൾ കണ്ടു സിങ്ക് കോപ്പറിനെ അപേക്ഷിച്ച് മോർ റിയാക്റ്റീവാണ്. അതിനാൽ സിങ്കിന് കോപ്പറിനേക്കാൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ സിങ്ക് ഇവിടെ 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു. റിയാക്ഷൻ ശ്രദ്ധിക്കുക. സിങ്ക് 2 ഇലക്ട്രോൺ ലോസ് ചെയ്ത് സിങ്ക് 2 പോസിറ്റീവായി മാറുന്നു. ഇവിടെ ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്നാണ് വിളിക്കുന്നത്. സിങ്ക് ഇലക്ട്രോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു. അതായത് സിങ്ക് ഗീവ്സ് സിങ്ക് 2 പോസിറ്റീവ് പ്ലസ് 2 ഇലക്ട്രോൺ. അങ്ങനെ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് വിളിക്കുന്നു. സോ സിങ്ക് റിലീസ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസ് ഈ വയറിലൂടെ വോൾട്ട് മീറ്ററിലൂടെ കോപ്പർ ഇലക്ട്രോഡിലേക്ക് ചലിക്കുന്നു. സോ ഇലക്ട്രോൺ സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും കോപ്പർ ഇലക്ട്രോഡിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. സിങ്ക് 2 പോസിറ്റീവ് അയോൺസ് ആയി സൊല്യൂഷനിലേക്ക് പോകുന്നു. റിലീസ് ചെയ്യുന്ന ആ 2 ഇലക്ട്രോൺസ് ആണ് കോപ്പർ ഇലക്ട്രോഡിലേക്ക് ചലിക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്ന ആ ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോലൈറ്റിലുള്ള കോപ്പർ 2 പോസിറ്റീവ് അയോൺസ് അക്സെപ്റ്റ് ചെയ്യുന്നു. സോ Cu2 പോസിറ്റീവ് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കോപ്പർ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഇവിടെ റിഡക്ഷനാണ് നടക്കുന്നത്. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെ കാഥോഡ് എന്നാണ് വിളിക്കുന്നത്. റിഡക്ഷൻ നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. സോ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും നടക്കുന്നു. സോ ഇവിടെ ഒരു റിഡോക്സ് റിയാക്ഷനാണ് നടക്കുന്നത്. സോ മോർ റിയാക്റ്റീവായ മെറ്റലിൽ നിന്നും ലെസ് റിയാക്റ്റീവായ മെറ്റലിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോഡിലേക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നു. നമ്മൾ കൺവെൻഷനലായി കറണ്ട് ഫ്ലോ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പരിഗണിക്കുന്നത്. കറണ്ട് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇലക്ട്രോ
കെമിക്കൽ സെൽസ്. ഇലക്ട്രോ കെമിക്കൽ സെല്ലിലും റിഡോക്സ് റിയാക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഈ പ്രത്യേക സെല്ലിൽ സിങ്ക് ഇലക്ട്രോഡും കോപ്പർ ഇലക്ട്രോഡുമാണ് യൂസ് ചെയ്തത്. അതുകൊണ്ട് ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ സിങ്ക് കോപ്പർ സെൽ എന്നാണ് വിളിക്കുന്നത്. സിങ്കും കോപ്പറുമാണ് ഇലക്ട്രോഡ് എങ്കിൽ അതിനെ ഡാനിയൽ സെൽ എന്നുകൂടി വിളിക്കുന്നുണ്ട്. സോ ഡാനിയൽ സെല്ലിൽ സിങ്കും കോപ്പറുമാണ് ഇലക്ട്രോഡായി ആക്ട് ചെയ്യുന്നത്. നമ്മളൊരു സെല്ലിൻ്റെ സിമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ആനോഡ് ആദ്യം, അതിനുശേഷം കാഥോഡ്. പിക്ചർ വരയ്ക്കുമ്പോഴും ആനോഡ് ലെഫ്റ്റിലും കാഥോഡ് റൈറ്റിലുമാണ് വരയ്ക്കുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ നിർമ്മാണം നമുക്ക് നോക്കാം. ഇവിടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ, അതിൽ ഒരു സിങ്ക് റോഡ് ഡിപ്പ് ചെയ്യുന്നു. ഇതിനെ നമുക്ക് സിങ്ക് ഇലക്ട്രോഡ് എന്ന് വിളിക്കാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, അതിൽ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്യുന്നു. ഇത് കോപ്പർ ഇലക്ട്രോഡാണ്. 2 ഇലക്ട്രോഡുകളെ ഒരു വയർ ഉപയോഗിച്ച് വോൾട്ട് മീറ്ററുമായി കണക്ട് ചെയ്യുന്നു. വോൾട്ട് മീറ്റർ റീഡിങ് ഇപ്പോൾ 0 ആണ്. അടുത്തായി ഒരു സോൾട്ട് ബ്രിഡ്ജ് വേണം. 2 സോൾട്ട് സൊല്യൂഷനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനായി പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷനിൽ മുക്കിയ ഒരു ഫിൽട്ടർ പേപ്പറാണ് സോൾട്ട് ബ്രിഡ്ജായി യൂസ് ചെയ്യുന്നത്. 2 ഇലക്ട്രോലൈറ്റുകളെയും സോൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. വോൾട്ട് മീറ്ററിൽ 0.7 വോൾട്ട് കറണ്ടാണ് ഉണ്ടാകുന്നത്. ഒരു ഇലക്ട്രോഡിന് ഇലക്ട്രോൺ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ ഉള്ള അതിൻ്റെ ടെൻഡൻസിയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നത് ആ ഇലക്ട്രോഡ് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ, അതായത് 298 കെൽവിൻ ടെമ്പറേച്ചറിലും ആ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ 1 മോളാറുമായിരിക്കുമ്പോൾ അതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കണക്ട് ചെയ്താണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ 0.00 വോൾട്ടായി ആണ് പരിഗണിച്ചിരിക്കുന്നത്. സിങ്ക് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ സിങ്ക് ഇലക്ട്രോഡിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കണക്ട് ചെയ്താൽ മതിയാകും. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന സിങ്കിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. സ്റ്റാൻഡേർഡ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഈ സ്റ്റാൻഡേർഡ് E0 അല്ലെങ്കിൽ E θ എന്നുകൂടി എഴുതും. സോ സിങ്ക് റിഡോക്സ് കപ്പിളിൻ്റെ പൊട്ടൻഷ്യൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് സിങ്ക് 2+ സിങ്ക് എന്ന് എഴുതുന്നു. അത് -0.76 വോൾട്ടാണ്. അതേപോലെ കോപ്പർ ഇലക്ട്രോഡിൻ്റെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടെത്താം. കോപ്പർ ഇലക്ട്രോഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് കോപ്പർ 2+ കോപ്പർ എന്ന് പറയുന്നത് +0.34 വോൾട്ടാണ്. ഈ 2 ഇലക്ട്രോഡുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്കിവിടെ മെഷേർഡ് EMF അല്ലെങ്കിൽ കറണ്ടായി ലഭിക്കുന്നത്. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണ് എങ്കിൽ ഡാനിയൽ സെല്ലിൽ ലഭിക്കേണ്ട പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ EMF എന്ന് പറയുന്നത് ഇവയുടെ ഡിഫറൻസ് 1.1 വോൾട്ടാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കമ്പയർ ചെയ്യുമ്പോൾ സിങ്കിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ് പൊട്ടൻഷ്യൽ എങ്കിൽ ആ ഇലക്ട്രോഡ് ഹൈഡ്രജനേക്കാൾ നല്ല ഒരു റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. നമ്മൾ കണ്ടിരുന്നു ഹൈഡ്രജൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റാൻഡേർഡ് ഓഫ് H+/12H2 ഓർ H എന്ന് പറയുന്നത് 0.00 വോൾട്ടാണ്. അതിലും കുറഞ്ഞ പൊട്ടൻഷ്യൽ ആണ് എങ്കിൽ അത് നല്ല റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. സോ ഹൈഡ്രജനെ അപേക്ഷിച്ച് നല്ല റെഡ്യൂസിങ് ഏജൻ്റാണ് സിങ്ക്. അതേസമയം ഹൈഡ്രജനേക്കാൾ ഉയർന്ന പൊട്ടൻഷ്യൽ അഥവാ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ അത് ഹൈഡ്രജനെ അപേക്ഷിച്ച് ലെസ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അത് ഹൈഡ്രജനേക്കാൾ ബെറ്റർ ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും. സോ പോസിറ്റീവ് പൊട്ടൻഷ്യലുള്ള കോപ്പർ ഹൈഡ്രജനേക്കാൾ മോശം റെഡ്യൂസിങ് ഏജൻ്റ് ആണ്, അഥവാ അത് ഹൈഡ്രജനേക്കാൾ നല്ല ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്.